ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയമുണ്ടല്ലോ, ഈ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുന്നുണ്ട് എന്നുള്ളതാണ്. മരണം ഇപ്പോൾ 100 കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, കാണാതായ കുട്ടികൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അവരെക്കുറിച്ച് ഇനിയും ഒരു വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ഗൗതമുണ്ട് നമുക്കിപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ പ്രളയം, അതിൽ മരണസംഖ്യ ഉയരുകയാണ്. എന്താണ് നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം? മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഈ പ്രളയ മേഖലകളൊക്കെ സന്ദർശിക്കുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ സന്ദർശനമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. അത്തരത്തിലുള്ള സന്ദർശനം ഉണ്ടായിട്ടില്ല. അതേസമയം അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപകടം നടന്ന 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ മരണസംഖ്യ 100 കടന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത. 104 പേർ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്, ഈ പ്രളയ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടെങ്കിലും പ്രദേശത്ത് ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. പുഴയിലും പുഴയുടെ തീരത്തും വലിയ തോതിലാണ് ചെളി അടിഞ്ഞിരിക്കുന്നത്. അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തരത്തിൽ തിരിച്ചടി നൽകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. നിലവിൽ ഗഡ്ലോ പുഴയിലുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, ക്യാമ്പ് മിസ്റ്റിക് എന്ന സമ്മർ ക്യാമ്പിലാണ്, കുട്ടികളുടെ സമ്മർ ക്യാമ്പ് പൂർണ്ണമായും ഈ പ്രളയത്തിൽ ഒഴുകി പോകുന്ന അല്ലെങ്കിൽ പ്രളയത്തിൽ അടിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളാണ് കാണാതായത്. ആ കാണാതായ കുട്ടികളിൽ 10 പേരെയും ക്യാമ്പിലുണ്ടായിരുന്ന ഒരു ട്രെയിനറിനെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഇവർക്കായുള്ള തിരച്ചിലാണ് ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 100-ലധികം പേർ ഈ ദുരന്തത്തിൽ മരിച്ചു എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം. കാണാതായ 10 കുട്ടികൾക്കും ട്രെയിനർക്കുമായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. മറുവശത്ത് ഈ പ്രളയ ദുരന്തം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന വലിയ തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മിന്നൽ പ്രളയം ഉണ്ടാകുന്നത് സംബന്ധിച്ച് കാലാവസ്ഥാ വകുപ്പ് എന്തുകൊണ്ട് അത്തരത്തിലൊരു സൂചന അല്ലെങ്കിൽ കാലാവസ്ഥ മാറുന്നത് സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയൊരു രീതിയിലേക്ക്, വലിയ വ്യാപ്തിയിലേക്ക് ആ ദുരന്തം എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. മരണസംഖ്യ ഉയരുന്നു. മാത്രമല്ല, കാണാതായവർക്കായുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. ഈ ആദ്യം തുടക്ക സമയത്തൊക്കെ ഇതൊരു ചെറിയൊരു പ്രളയം, പെട്ടെന്ന് അവസാനിക്കും എന്നൊക്കെ കരുതിയെങ്കിൽ അങ്ങനെയല്ല, ഒരു കൈവിട്ട നിലയിലേക്കൊക്കെ ഇത് എത്തുന്നു എന്നാണ് നിലവിൽ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.